There is no other greater ecstasy than to know who you are. നീ ആരാണ്? നീ ആരാണ് എന്നൊരു ചോദ്യം അത് ഭയങ്കര നമ്മുടെ എം മുകുന്ദൻ്റെയൊക്കെ കഥകളിലൊക്കെ പറയുന്നത് പോലെ, ഞാൻ ആരാണ് നാണുനായരെ, എൻ്റെ പേരെന്താണ് നാണുനായരെ എന്ന് ചോദിക്കുന്നുണ്ട്. എം മുകുന്ദൻ്റെ പ്രഭാതം മുതൽ പ്രഭാതം വരെ എന്ന് പറയുന്നൊരു കഥയിലാണ് നായകൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ നാണുനായർ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. നാണുനായർ ഈ ബാഗൊക്കെ ഇങ്ങ് വാങ്ങിക്കും. മോനെ നമുക്ക് പോകാമെന്ന് പറയും. ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നായകൻ നടന്നു പോകുന്നു. അപ്പോൾ ചുറ്റും നടക്കുന്ന കാഴ്ചകളെക്കുറിച്ച് നായകൻ നാണുനായരോട് ചോദിക്കുക, അതെന്താ നാണുനായരെ, ഇതെന്താണ് നാണുനായരെ എന്ന് ചോദിക്കും. അന്നേരം കാക്ക പോന്നു. നാണുനായരെ ഇതെന്താണ്? ഇത് കാക്ക, കേ. ഇതാണോ കാക്ക? ഇങ്ങനെ ഓരോ പശുക്കളെയും കാക്കയും പട്ടിയെല്ലാം അറിഞ്ഞിട്ട് അവസാനം വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കോലായിൽ ഒരാളിരിക്കുന്നു, അച്ഛൻ ഇരിക്കുന്നു. അപ്പോൾ നാണുനായർ ഇതാരാണ്? ഇതാ നിൻ്റെ അച്ഛനാണ്. ശരി, ഗുഡ്, നല്ല അച്ഛൻ, അടിപൊളി, കൊള്ളാം. പിന്നെ കുറച്ചും കൂടി വരുമ്പോൾ അമ്മ വന്ന് പറയുന്നു, അയ്യോ മോനെ നീ അങ്ങ് ശോഷിച്ചു പോയല്ലോ, ഇതാരാണെന്നാണ് നേരെ, ഇതാടാ നിൻ്റെ അമ്മ. ശരി അമ്മ, അമ്മ. പിന്നെ കുറച്ച് അങ്ങോട്ട് ഭാര്യ ഇങ്ങനെ കർട്ടൻ്റെ അടുവിലൂടെ ഇങ്ങനെ നോക്കുന്നു, അതാരാണ്? അതിൻ്റെ ഭാര്യയാണ്. അവസാനം നായകൻ ഉള്ളിൽ കയറുന്നു. ഉള്ളിൽ കയറിയിട്ട് കുളിക്കാനായിട്ട് സോപ്പൊക്കെ വാങ്ങിച്ച് അമ്മ എണ്ണയൊക്കെ കാച്ചി കൊടുക്കുന്നു. വെള്ളം എടുത്ത് തലവഴി ഒഴിക്കുമോ അതോ ഇതുണ്ടോ എനിക്കറിയില്ല. പുള്ളി ഇങ്ങനെ കുറച്ചു നേരം കുളിച്ചിങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായി. പുള്ളി അവിടെ നിന്ന് ചാടി ഇറങ്ങി വരുന്നു, വീടിൻ്റെ മുന്നിലേക്ക് ഓടി വരുന്നു. അന്നേരം അമ്മ ചോദിക്കും, എവിടെ പോകുന്നു മോനെ? നില്ലല്ലോ, നാണുനായർ എവിടെ പോയി ചോദിക്കും. പറഞ്ഞു, അച്ഛൻ പറഞ്ഞു നാണുനായർ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയുള്ളല്ലോ. അപ്പം പുള്ളി തോർത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അതിൻ്റെ പുറകെ ഓടുകയാണ്, നാണുനായർ പുറകെ ഓടി. നാണുനായർ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, നാണുനായർ ഓടാൻ തുടങ്ങി. അന്നേരം പറഞ്ഞു, നാണുനായർ അവിടെ നിൽക്കുന്ന നാണുനായർ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു ഓടി. എന്താ മോനെ, എന്ത് പറ്റി? അച്ഛനെന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും? അല്ല നാണുനായരെ, എനിക്കൊരു കാര്യം അറിയണം. എന്താ? നാണുനായരെ, ഞാനാരാ നാണുനായരെ, എൻ്റെ പേരെന്താ നാണുനായരെ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെനിക്ക് പറഞ്ഞു, പക്ഷേ ഞാനാരാന്ന് ഇവർ പറഞ്ഞില്ല. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് തേന്മാവൻ കൊമ്പത്തിലെ പപ്പുവിൻ്റെ ആ ലെവലിലേക്ക് പോകുന്ന സാധനം തന്നെയാണ്. ഇതൊരു വലിയ ചോദ്യമായിട്ട് ഞാൻ ആരാണ്, ഈ ചോദ്യത്തിന് നിങ്ങൾ ഈ പറയുന്ന വശത്തൂടാണ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉത്തരം കണ്ടെത്തില്ല. അതെന്താ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? നിങ്ങളൊരു പേരിട്ട് നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങൾ പോകുന്നു, മരിക്കുന്നു, എല്ലാ ജീവിയും ഗുഹാമനുഷ്യൻ തൊട്ടിങ്ങനെ പോകുന്നു. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ഒരു സാധനം. ഇനി യഥാർത്ഥത്തിൽ ആത്മീയതയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞത്, ഈ ആത്മീയതയിലേക്ക് വരാൻ നിങ്ങളുടെ ആത്മാവാണ്. അത് നിങ്ങൾ തിരിച്ചറിയലാണല്ലോ ഞാൻ ആരാണെന്ന് തിരിച്ചറിയൽ. അത് പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചിക ആത്മാവും ഈ ജീവാത്മാവ് ഒന്നാണെന്ന് തിരിച്ചറിയലാണല്ലോ ഞാൻ ആരാണെന്ന് തിരിച്ചറിയൽ. പക്ഷെ അവിടെ ഒരു പ്രശ്നം, എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്ന് പറയുന്നത് സപ്പോസ് ജസ്റ്റ് ഫോർ എ ഹൊറർ, അത് ഞാനല്ല. നിങ്ങൾ മനസ്സിലാക്കണത്, ഇവരുടെ സിദ്ധാന്തം അനുസരിച്ച് നിങ്ങളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പം രഞ്ജിത്തിൻ്റെ ആത്മാവ് ഇപ്പം എല്ലാവർക്കും മനസ്സിലാവും. രഞ്ജിത്തിന് ആത്മാവ് ഉണ്ടെങ്കിൽ ഈ ആത്മാവ് രഞ്ജിത്തിൻ്റെ ആണോ? അല്ല. രഞ്ജിത്ത് ആ ആത്മാവിനെ സംബന്ധിച്ചോളം ഒരു അബോർഡാണ്, ഒരു ഇരിപ്പിടം മാത്രമാണ്. ഈ ആത്മാവ് വരുന്നത് വേറെ ചിലപ്പം പിന്നെ ഇബ്രഹാം ലോധിയിൽ നിന്ന് വരുന്ന ആത്മാവായിരിക്കും. ഇപ്പോൾ രഞ്ജിത്ത് കയറിയിരിക്കുന്നു. ഇപ്പം നാളെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റ്സ് വിലാൻഡറിലേക്ക് പോകുന്നത്, സ്വീഡിഷ് പഴയ പ്ലെയർ, പഴയല്ല ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നത്. ഇത് ഈ ആത്മാവ് നമ്മളുടെ അല്ല. അപ്പോൾ പിന്നെ ആത്മാവാണ് ഞാനെന്ന് തിരിച്ചറിയുന്നത് തന്നെ തെറ്റല്ലേ? അവർ പറയുന്നത് തന്നെ തെറ്റല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ശരീരം നോക്ക്, ഇങ്ങനെ ഇരിക്കുന്നു. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ. എല്ലാ ന്യൂനതകളും എല്ലാ കരുത്തും എൻ്റെ ശരീരത്തിൻ്റെ എനിക്ക് മാത്രമുള്ളതാണ്. അത് വേറെ ഒരാൾക്കും ഇല്ല. അത് ഒരാളിൽ നിന്ന് എടുത്തതുമല്ല, ഒരാളിലേക്ക് പോകുന്നതുമല്ല. അപ്പോൾ എൻ്റെ ശരീരമാണല്ലോ ഞാൻ. എൻ്റേതെന്ന് പറയുന്ന ഒരു ഓൺ ഐഡൻറ്റിറ്റി എൻ്റേതെന്ന് പറയാനാണെങ്കിൽ അത് ഇത് മാത്രം ശരീരം മാത്രമാണ്. ഇവർ പറയുന്നത് ഈ ശരീരമൊന്നുമല്ല, ആത്മാവാണ് നിങ്ങളെന്ന്. പക്ഷേ ഈ ആത്മാവ് അവിടെ നിന്ന് വന്നിട്ട് എന്നിലൂടെ കയറി അങ്ങോട്ട് പോവുകയാണ്. ഇതൊരു വലിയ നുണയല്ലേ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെയാണ് അടിച്ചുകൊണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞത്, ഓഷോ നെവർ ബോൺ, നെവർ ഡൈഡ്, ഓൺലി വിസിറ്റഡ് ദിസ് പ്ലാനറ്റ് എർത്ത് ബിറ്റ്വീൻ ഡിസംബർ 11, 1931, ജനുവരി 1990. ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടില്ല. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇതാണ് ഈ ആത്മാവിന്റെ സിദ്ധാന്തമാണ്. ആത്മാവിന് ജനിമൃതികളില്ല എന്ന് കൃഷ്ണൻ പറയുന്നില്ലേ? അതിനെ കരിക്കാൻ ഒക്കത്തില്ല, നനയ്ക്കാൻ പറ്റത്തില്ല, കത്തിക്കാൻ പറ്റില്ല, മുറിക്കാൻ പറ്റില്ല, ഉടയ്ക്കാൻ പറ്റില്ല, പിന്നെ കശക്കാൻ പറ്റില്ല. ഇതെല്ലാം കൃഷ്ണൻ പറയുന്നുണ്ട് അതിനകത്ത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഞാൻ ഇറലീജിയസ് ആണ്, ദർ ഇസ് നോ ഗോഡ്, ഗോഡ് ഈസ് എ ലൈ ഇൻവെന്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. ഇതെല്ലാം കൂടെ ഒരാൾ പറയുന്നത് സിംപ്ലി ഹി ഡസ് നോട്ട് ഹാവ് ടു ടെൽ ദ ട്രൂത്ത്. സത്യം പറയാൻ ബാധ്യതയില്ലാത്തവരാണ് ഈ ആത്മീയവാദികളെല്ലാം തന്നെ. അവർ ഓരോന്ന് ഓരോ സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക.